ഹായ്, എന്താണ് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ലോക്ക്ഡൗണൊക്കെ ആയിട്ട് വീട്ടിൽ അടിച്ച് പൊളിച്ചിരിക്കണം, ഷോക്ക് അടിച്ചിരിക്കരുത്. അപ്പം ഞാൻ ചെറിയൊരു റെസിപ്പി ഇട്ടാ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചിക്കൻ കറി വെക്കാൻ പഠിക്കാം. നമ്മുടെ കുറേ ഫ്രണ്ട്സ് ചിലപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് അവിടെയൊക്കെ സ്റ്റക്കായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു മനസ്സിന് സുഖം വേണ്ടേ? അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാന്നുള്ള ഒരു ചെറിയ റെസിപ്പിയാണ്. ചിക്കൻ കറി കൂടെ റെഡിയാണ് കേട്ടോ. ഇത് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ഇൻട്രോ എടുക്കുന്നത്. കാരണം കുക്ക് ചെയ്തപ്പോൾ നമ്മൾ വേർത്ത് കുളിച്ച് ആകെ വശലാവും. അപ്പോൾ അത് ഞാൻ കുളിച്ച് അടിപൊളിയായിട്ട് വന്ന് ഞാൻ മുട്ടയൊക്കെ അടിച്ചു കേട്ടോ. കഴിഞ്ഞ ലോക്ക്ഡൗൺ മുട്ട അടിക്കണം വിചാരിച്ചാണ്, നടന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം ലോക്ക്ഡൗൺ എന്തായാലും മുട്ട അടിക്കാമെന്ന് വെച്ചാൽ മുട്ട അടിച്ചു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ വീഡിയോ കാണണ്ടേ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സംഭവം ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ എവിടെയെങ്കിലും സ്റ്റക്കാണെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക. ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ അവരും കൂടി ഒന്ന് അടിച്ച് പൊളിക്കട്ടെ അവരല്ലേ. അപ്പോൾ പോയിട്ട് വീഡിയോ കാണാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് ഫ്രോസൺ ചിക്കൻ കിട്ടുവാണെങ്കിൽ ചിലർ കട്ട് ചെയ്യാൻ അറുത്ത ചിക്കൻ ഉണ്ട്. അതിപ്പോൾ എനിക്ക് ഫ്രോസൺ വിത്ത് സ്കിന്നാണ് ഉണ്ടാ. അപ്പോൾ ആദ്യം നമ്മൾ നടുവിൽ ഇങ്ങനെ ഒരു ഒരു മണ്ടൻ കത്തിയാണ്. നല്ല മൂർച്ചയുള്ള കത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിങ്ങനെ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ സംഭവം ഇതാ സിമ്പിൾ ഈസി ആയിട്ട് വരും. പിന്നെ അടിയിലൊന്ന് തൊല്ലി അങ്ങോട്ട് ഇത് വിത്ത് സ്കിന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെഗ് അപ്പർ ബോഡി സെപ്പറേറ്റ് ആക്കിയിട്ട് കണ്ടോ, സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. ഇത് നമുക്ക് ആദ്യം ലെഗിനെ അങ്ങോട്ട് ശരിയാക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യാം. അതല്ലാതെ നടുന്ന് കത്തിയാം. നല്ല അടിപൊളി കത്തിയൊക്കെയാണെങ്കിൽ നടുന്ന് കട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ കത്തി പോരാ, എൻ്റെ പൊന്നോ. രാവിലെ വർക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടല്ലോ കേട്ടോ കത്തി, അല്ലേ? അപ്പോൾ വേണ്ട, കത്തി മൂർച്ച പോരാ, കത്തിക്ക് മൂർച്ച പോരാ. ഈ ലോക്ക്ഡൗൺ ആയിട്ട് ചിലപ്പോൾ ഈ ഫ്രോസണൊക്കെ മേടിക്കുകയാണെങ്കിലാണ് ഞാൻ ഈ കട്ട് ചെയ്യുന്നൊക്കെ കാണിച്ചായിരുന്നു. കുറച്ചും കൂടി സിമ്പിൾ തന്നെ ഈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ലെഗ് ഇത് നമ്മുടെ 2 ലെഗ്, ഇത് നട്ടലാണ്. എന്താ രസം. ഇനി അതിൻ്റെ അപ്പർ ബോഡി എന്താ 2 കൈ, കഴുത്ത്. ഇത് ഇത്തിരി തണുപ്പ് ഇതുവരെ മാറിയിട്ടില്ല, കുറച്ചും കൂടി തണുപ്പ് മാറാണ്ട് കുറച്ചും കൂടി എളുപ്പമായി. ഞാൻ പറയാം, നല്ല കത്തിയാണെങ്കിൽ നമുക്ക് തടാം. നടുവെന്നുകൊണ്ട് കട്ട് ചെയ്ത് പോയിരുന്നു, കത്തിക്കൊള്ളൂല. അപ്പോൾ എന്നാലും വേണ്ടില്ല, നമ്മൾ ഉള്ള കത്തിയും കൊണ്ട് ആദ്യം നമുക്കൊരു വരയിടാം. ഇനിയിപ്പോൾ നിങ്ങൾ കത്തിയൊക്കെ നല്ലതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ഐഡിയ അങ്ങോട്ട് എന്താ സിമ്പിളാണ്. 2 പോരട്ടെ ഉണ്ട്, ഇത്രയേ ഉള്ളൂ. വേണ്ട 2 ബ്രസ്റ്റ് പീസ് അങ്ങോട്ട് കിട്ടി. നല്ല മൂർച്ചയിലൊക്കെ കത്തിയാണെങ്കിൽ പടപടാന്നുകൊണ്ട് വരും കേട്ടോ. ഇത് ഫ്രോസണാണ്, ഭയങ്കര കത്തിയാണ്. കിലോന് 250 രൂപ വിലയാണ്. ഇപ്പോഴാണ് ചിക്കന് വിലയും കുറവാണ്. ബ്രസ്റ്റ് വന്നുകൊണ്ട് ചിക്കൻ്റെ ചെസ്റ്റ് എന്നൊക്കെ പറയാം. ഈ കൈ ഇങ്ങനെ പൊടിച്ചിട്ട് ഇവിടെ ഈ ജോയിൻ്റ് ഉണ്ടോ, ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ. കഴുത്ത് കളഞ്ഞിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ വലിയ കഴുത്തായിക്കോട്ടെ. ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ചെറിയ കഴുത്താണ്. കഴുത്ത് കിട്ടി. ഇത്രയേ ഉള്ളൂ. ഇതാണ്ട 2 ചെസ്റ്റ്, 2 കൈ, ഇതിവിടെ 2 കാലുണ്ട്. ഇനി നിങ്ങൾക്കിത് ബിരിയാണി ആണെങ്കിൽ ബിരിയാണി, കറി ആണെങ്കിൽ കറി, അത് വെച്ച് നിങ്ങൾ എങ്ങനെ വെച്ചേക്കും കട്ട് ചെയ്യാം. ചെറുതാക്കുക, വലുതാക്കുക, എന്ത് വേണം ചെയ്യാം. പക്ഷെ കത്തിയുണ്ട്, ഇത് പോരാ. നല്ല അടിപൊളി കത്തി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് പടപടയെന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ കറിയിലുണ്ടാക്കണം. അപ്പോൾ നമ്മളിതിന് ചെറിയ പീസാക്കണം കേട്ടോ പ്ലാൻ. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി ഞാൻ ഒരു കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പീസ ഉണ്ടാക്കണം. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അത് ബോൺലെസ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതാ നോക്കിയാൽ, തക്കാളി ഞാൻ കുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതേപോലെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പറ്റുവാണെങ്കിൽ ചതയ്ക്കുക. പിന്നെ ഉള്ളിയുണ്ട്, സവാള, പിന്നെ ചെറിയ ഉള്ളി ഉള്ളതുകൊണ്ടെങ്കിൽ അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മളിത് നേരെ ഇതോടെ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റൊക്കെ ചിലപ്പോൾ ചെറിയ പാക്കറ്റൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ബാച്ചിലേഴ്സ് ആകുമ്പോൾ ചിലപ്പോൾ അതെല്ലാം കിട്ടാനൊക്കെ ഇത്തിരി പ്രയാസമായിരിക്കും. ഈ ഇഞ്ചിയും വെളുത്തുള്ളി ചെയ്തെടുക്കാനൊക്കെ. അപ്പോൾ ചെറിയ പാക്കറ്റ് കിട്ടും, അതാകുമ്പോൾ ഈസിയാണ്. നിങ്ങൾക്ക് ഇത്രയും ഈ വെളുത്തുള്ളിയൊക്കെ തോലി കളയാന്ന് വെച്ചാൽ മെനക്കെട്ട പണിയാണല്ലോ, അറിയാമല്ലോ. ഞാൻ മെനക്കെടണം. അപ്പോൾ ആ പേസ്റ്റ് കിട്ടുവാണെങ്കിൽ 10 രൂപ 15 രൂപയുടെ പാക്കറ്റ് കിട്ടുകയാണെങ്കിൽ അതല്ല എളുപ്പം. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു പാത്രത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് പരിപാടി കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തത്. അതിന് ഞാൻ 2 സവാള ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു വലിയ തക്കാളി, പച്ചമുളക്. നമുക്ക് എരിവിന് നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം, കുറച്ച് മതിയും കുറച്ചിടാം. കാരണം മുളക് പൊടിയും ഇടുന്നുണ്ട്.
പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പേസ്റ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ 2 സ്പൂൺ, 1 സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റ്, 1 സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ്. പിന്നെ ഞാൻ ആക്ച്വലി 2 മീഡിയം സൈസ് സവാള, ഒരു 5-10 ചെറിയ ഉള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴിക്കേണ്ട, കുഴപ്പമില്ല. കുറച്ച് എണ്ണ. ഇതിൽ ഉപ്പ് എന്തോ നമ്മുടെ ചെറുതണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പ് ഇട്ട് കൊടുക്കും. ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞപ്പൊടി ഇതെന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതുകൊണ്ട് ഒരു ഫ്രണ്ടാണ് ഈ സംഭവം പഠിപ്പിച്ചത്. ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ പിള്ളേരൊക്കെ ആയിട്ട് കൂടുന്ന സമയത്തൊക്കെ ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. പിന്നെ മുളക് പൊടി നിങ്ങൾക്ക് ലൈക്ക് എന്താ എരിവ് എത്രയാണ് വേണ്ടത് വെച്ചാൽ അത്ര ഇടുക. ഇനി മല്ലിപ്പൊടി ഇടുക. അത് മുളക് പൊടി എത്രയാണ് ഇടുന്നത് അതിലൊക്കെ ഒരു പൊടി കൂടുതൽ ഇടുക കേട്ടോ. അതാണ് എൻ്റെ കണക്ക്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ഇടുക. നിങ്ങളുടെ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചിക്കൻ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതിട്ടോ, ഒരു കുഴപ്പമില്ല. ഒന്നില്ലെങ്കിൽ കൈ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിക്കുക. ഏതാ വെച്ച് ഉപയോഗിച്ച് ഇതിന് നന്നായി മിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടുണ്ടല്ലോ നമ്മുടെ ചിക്കൻ ഇടുക. ചിക്കൻ ലെഗൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ലെഗ് പീസ് വീക്ക്നെസ് ആണ്. ഇനി ഇത് മൊത്തം ഒരു മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തിട്ട് ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്കൊക്കെയാണ് പരിപാടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്നത് രാവിലെ ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ ഇരുന്നാലും ഇതിൻ്റെ അകത്തോട്ട് ഈ മസാലയൊക്കെ പിടിക്കും. സമയമില്ലാത്ത വെച്ചാൽ കുഴപ്പമില്ല, ഒരു അരമണിക്കൂറെങ്കിലും ഇരുത്തുക. എന്നാലും ഈ മസാലയൊക്കെ പിടിക്കുള്ളൂ. കാരണം നമ്മളിതൊന്നും വരട്ടിടിക്കുക ഒന്നും ചെയ്യുന്നില്ല. ഇനി ഇവനൊരു 2 മണിക്കൂർ, 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. ഇരിക്കുമ്പോൾ ഇവനിൽ ഈ മസാലയൊക്കെ നല്ല പോലെ അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു 2 മണിക്കൂറോളം നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നോക്കി, നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങയ്ക്ക് ഉണ്ടെങ്കിൽ പിഴിഞ്ഞു കൊടുക്കട്ടോ, സംഭവം ഉഷാറായിരിക്കും. ഇനി നമ്മളിതിനെ സ്ലോ കുക്ക് ചെയ്യും. അതാണ് പരിപാടി. ഓ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ. ഇതിൽ ചിക്കനിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും, കഴുകിയിട്ടും ഫ്രോസൺ അല്ലേ. അപ്പോൾ അത് ഞാൻ വെള്ളം ഇറങ്ങും. പക്ഷെ നമ്മൾ ഒരുപാട് തീ വെക്കേണ്ട, സ്ലോ ആയിട്ട് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ അവസാനം ഇതിൻ്റെ ചാറൊക്കെ വരില്ല. ആ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്യുക, പാകത്തിനുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്യണ്ട. അപ്പോൾ ഒരു 10-20 മിനിറ്റ് ആയിട്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ ഇത് പാടി പിടിക്കും. കണ്ടോ, ഞാൻ ഒരു തരി വെള്ളം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ ഇതിൽ നിറയെ വെള്ളമുണ്ട്. കണ്ടോ. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. ഉപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് സമയമാണ് ആഡ് ചെയ്യാനായിട്ട്. കറക്റ്റ് പിടിച്ചോളൂ. ഇതിപ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയുള്ളതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇവിടെ കാണും. മൈൻഡാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മക്കളെ നല്ല മണം വന്ന് ഞാൻ ഓടി നോക്കിയതാണ്. സംഭവം കറി ഏതാണ്ട് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. ചിക്കൻ്റെ നെയ്യൊക്കെ കണ്ടോ അതവിടെ ഉണ്ടോ? കാരണം നമ്മൾ എണ്ണ ഒരു തുള്ളി കുറച്ച് ആ മസാല മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പൊടി പവർഫുൾ, പെർഫെക്റ്റ്. ഓക്കെ, നമുക്ക് ലെഗ് പീസ് കുറച്ച് നല്ല അടിപൊളി ഗ്രേവി വേണം. വേണമെങ്കിൽ അവസാനം മല്ലിയിലൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യുക, കറിവേപ്പില ഇടാം, ഒരു പ്രശ്നമില്ല. സംഭവം നിങ്ങൾക്ക് എന്താ ഉള്ളത് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഉള്ളതുകൊണ്ട് ഓണമെന്നൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ എന്താ സംഭവം കൊണ്ടേ പൊളിച്ചില്ല. അങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്. നോക്കി, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഉഫ്, എൻ്റെ പൊന്നോ, കൈപൊള്ളി. വാ ഉണ്ടേ, ഈ ചെറിയൊരു ഇടിയപ്പൊക്കെ എടുത്ത് നല്ല ചൂടുണ്ടേ. കലക്കിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയില്ല, സാധനം ഉഗ്രനാണ്. ഞാൻ പറഞ്ഞില്ലേ, ചിക്കന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നമ്മൾ സാധാരണ കടന്നുകൊണ്ട് ചിക്കനെ പോലെയല്ല. സംഭവം അടിപൊളി. ചിക്കന് തോലുണ്ട്. സംഭവം ഒരു രക്ഷയില്ല, പൊളിച്ചിട്ടുണ്ട്. നിങ്ങളേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ സ്വയം പൊക്കി പറയുന്നില്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ പറയാം. പക്ഷെ ശ്രദ്ധിക്കുക, സ്ലോ കുക്ക് ചെയ്യണം, സമയമെടുത്ത് വേവിക്കണം. ഇന്നിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. കൊറോണയൊക്കെ പുറത്തുണ്ട്, ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അടിച്ചു പൊളിച്ച് സന്തോഷമായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. എങ്ങനെ ബൈ പറയാം? ബൈ. ഓക്കെ, ബൈ.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. നിങ്ങൾ എന്തായാലും കമൻസിൽ ഈ വീഡിയോ എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ സമ്മതിക്കുന്നില്ല, അവിടെ ഇടിയാണ് താഴ്ത്തുന്നത്. ഓക്കെ ഗൈസ്, ബൈ 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 ബൈ, ടേക്ക് കെയർ.